എടി സമയം 4 മണി കഴിഞ്ഞു. 4 മണിക്ക് വീട്ടിലെത്തണമെന്ന് ആൻറ്റി പറഞ്ഞത്. ദൈവമേ, ആൻറ്റി 5 മിസ് കോളൊക്കെ ചെയ്തിരിക്കുന്നു. ഇപ്പം ഞാൻ എന്താ ചെയ്യാം? വീട്ടിലെത്തണമെങ്കിൽ ഇനി 1 മണിക്കൂർ സമയം വേണം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ല ഇപ്പോഴോട്ട്. കത്താവേ, നീ എന്നെ കാത്തോളേ. ഇതെന്താ ഒരു ഓട്ടോ പോലും നിർത്താത്ത? ആശ നോക്കി ഒരു ഓട്ടോ പോലും കിട്ടൂല. എന്തെങ്കിലും ഒരു വണ്ടി വന്നതിന് ലിഫ്റ്റ് ഇങ്ങനെ പിടിച്ചു പോയി. എന്നിട്ട് സമയം കുറേ ആയല്ലോ. നീ ഒരു കാർ വരുന്നു, ലിഫ്റ്റ് ചോദിച്ചു നോക്കാൻ, ചിലപ്പോൾ തന്നാലോ. കത്താവേ കിട്ടണേ. അവൾ ആ കാറിന് നേരെ കൈ കാണിച്ചു. താങ്ക് ഗോഡ്, കാർ നിർത്തി. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് സാർ. ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യും. ഇവിടെ നിന്ന് അടുത്താ, കുറച്ച് പോയാൽ മതി. സമയം ഒരുപാടായി. ഞാൻ ഇവിടെ നടന്നു പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും എത്തൂല. ഒരു ഓട്ടോ പോലും എനിക്ക് കിട്ടുന്നില്ല. പ്ലീസ് ഹെൽപ്പ് മീ. അവൾ കാറിലേക്ക് കയറി. അവൻ ഡ്രൈവിംഗ് തുടങ്ങും. അവൾ പറഞ്ഞു കൊടുത്ത വഴിയിൽ കൂടെ അവൻ ഓടിക്കാൻ തുടങ്ങി. അവൾ നല്ല ടെൻഷനിലായിരുന്നു. അവന് അവളുടെ മുമ്പ് കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായിരുന്നു. ഇവിടെ നിർത്ത്, എനിക്ക് ഇവിടെ ഇറങ്ങിയാൽ മതി. താങ്ക് യു വെരി മച്ച് സാർ. ഈ സാധനം ഒരിക്കലും മറക്കൂല. അവനൊന്നും തന്നെ മിണ്ടിയില്ല. വീട്ടിലേക്കുള്ള ഇടവഴിയിൽ കൂടെ അവൾ നടന്നു തുടങ്ങി. പെട്ടെന്നാണ് അവളെ ശ്രദ്ധിച്ചത്. തന്നെ പുറകിൽ നിന്ന് ആരോ വിളിക്കുന്നുണ്ടെന്ന്. ആരാണെന്നറിയാൻ അവൾ തിരിഞ്ഞു നോക്കി. പാറു, നീ എന്താ എവിടെ? ഞാൻ കടയിൽ പോയതാ. എത്ര നേരം ഞാൻ ചേച്ചിനൊക്കെ പോയെന്ന് വിളിക്കുക? ഞാൻ ശ്രദ്ധിച്ചില്ല പാറു. ചേച്ചി മഴ തന്നെയോ? നന്നായിട്ട് എൻ്റെ കൂടെ എടുക്കാൻ മറന്നോ? അയ്യോ, എൻ്റെ കൂടെ ഞാനത് കാറിൽ വെച്ച് മറന്നു തോന്നുന്നു. ഏത് കാറിൽ? അവൾ നടന്നതെല്ലാം പാറുവിനോട് വിശദമായിട്ട് പറഞ്ഞു. ബെസ്റ്റ്. അല്ല, ആ കാറിൽ ആരായിരുന്നുണ്ടായിരുന്നു? ഓ, ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. താമസിച്ച് ആൻറ്റി വഴക്കുപോയില്ലേ, അതിൻ്റെ കാര്യമായിട്ട് ടെൻഷനിലിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ശ്രദ്ധിച്ചതുമില്ല. ആ ശരി, അതൊക്കെ വീട്. പെട്ടെന്ന് 5 മണി കഴിഞ്ഞു. അമ്മ നല്ല ദേഷ്യത്തില്ല. ഞങ്ങൾ ഫോൺ ചെയ്തപ്പോൾ ചേച്ചി എന്താ കോൾ എടുക്കാനേ? എത്ര നേരം വിളിച്ചു? അത് പിന്നെ എൻ്റെ ഫോൺ സൈലൻറ്റിലായിരുന്നു. നേരെ വിളിച്ച് കഴിയുമ്പോൾ ഫോൺ സൈലൻ്റ് ആക്കി വെക്കാറില്ലേ? ഇറങ്ങിയപ്പോൾ ഞാൻ ഓണാക്കാൻ മറന്നത് പോയതാ. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് അവരുടെ വീട്ടിലെത്തി. ഓ വന്നോ? ദേ അമ്മ, ഏഞ്ചൽ വന്നു. ഓ വന്നോ? എവിടെ ആയിരുന്നു ഇത്ര നേരം? 5 മണി കഴിഞ്ഞു. 4 മണിക്ക് മുമ്പേ വീട്ടിൽ വരണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. പിന്നെ ഇത്ര നേരം എവിടെ പോയി കിടക്കുമായിരുന്നു? അതാ ആൻറ്റി, മഴയായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റായത്. ഓട്ടോയൊന്നും കിട്ടിയില്ല. ഓരോന്നിനും ഓരോ ന്യായം കണ്ടുപിടിച്ചാണോ? ആർക്കറിയാമല്ലോ അമ്മമാരുടെയും കൂടെ കറങ്ങാൻ പോയതാണോ എന്ന്. ഇല്ല ആൻറ്റി, ഞാൻ സത്യം പറഞ്ഞേ, മഴ ആയതുകൊണ്ടാണ് താമസിച്ചത്. നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. പോയിക്കണം എൻ്റെ മുമ്പിൽ നിന്ന്. അവള് നല്ല വിഷമത്തോടെ അവളുടെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇപ്പം കണ്ടുകയറിയത് അവർ ആരൊക്കെയാണെന്നൊക്കെ ഡൗട്ട് നിങ്ങൾക്ക് കാണും. അതിനെപ്പറ്റി ശരി. ഇതാണ് പ്രിയ, നമ്മുടെ ഏഞ്ചലിൻ്റെ സ്വന്തം അനിയത്തിക്കുട്ടി. അതായത് സ്വന്തം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവളുടെ അച്ഛൻ്റെ സഹോദരിയുടെ മോളാണ് പ്രിയ. പിന്നെ ഇത് പ്രിയ, അഹങ്കാരത്തിന് കയ്യും കാര്യം വെച്ചാണ്. ഏഞ്ചലിനെ കണ്ണെടുത്ത് അവൾക്ക് കണ്ടുകൂടാ. അതാണ് ഇവള്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ മിയ, അതായത് നമ്മുടെ പ്രിയയുടെയും മമ്മി. ഏഞ്ചലിനെ ഇവൾക്കും ഇഷ്ടമല്ല. ഇപ്പം ഞാൻ എത്ര പറയുന്നുള്ളൂ, ബാക്കി നമുക്ക് വഴി മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരെ സ്റ്റോറിലേക്ക് കിടക്കാം. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് എഫാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കാണ്, ക്ഷമിക്കണം. പിന്നെ എന്തെങ്കിലും തിരുത്താണെങ്കിൽ പറയണം. ഇന്ന് എൻ്റെ പിറന്നാളാണ്. എനിക്ക് 20 വയസ്സായി. എനിക്കറിയാം നിൻ്റെ പിറന്നാളായിരുന്നു. എന്നിട്ടും ആൻറ്റീനെ അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് മാത്രം തന്നെ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ അമ്മയച്ഛനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഞാനിപ്പോൾ അത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അമ്മ, അച്ഛ, ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് തനിച്ചായിട്ട് പോയെ? ആകെ എനിക്ക് ഇവിടെ കൂട്ടു പാവ മാത്രമേ ഉള്ളൂ. നമുക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പാവമുള്ളൂ. സമയം കുറേ കടന്നുപോയി. ആളെപ്പോഴും ആലോചിച്ച് ഉറങ്ങിപ്പോയി.
പാറു, ഇന്നലെ സുന്ദരിയായിട്ടുണ്ടല്ലോ, എങ്ങോട്ടേക്കാ രാവിലെ? അത് പിന്നെ ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ശരി, ചേച്ചി താഴേക്ക് വാ, ഞാൻ ഫുഡ് കഴിക്കാൻ വിളിക്കാവുന്നതാ. അങ്ങനെ രണ്ടുപേരും ഇവിടെ ഫുഡ് കഴിക്കാനായി താഴേക്ക് പോയി. എങ്ങോട്ടേക്കാണ്? രാവിലെ തന്നെ മഹാറാണി ഇങ്ങനെ മുറിയിട്ടു. അത് ഞാനൊന്ന് പുറത്തേക്ക് പോകാനൊരുങ്ങിയതാ. എനിക്ക് ഈ ഇടയായിട്ട് കാക്കം കൂടുതലാണല്ലോ ഏഞ്ചൽ. എങ്ങോട്ടേക്കാ? സ്ഥലത്തിന്റെ പേരൊന്നുമില്ലേ? അത് പിന്നെ ആൻറ്റി, ഏഞ്ചലിനെ പറയാൻ സമ്മതിക്കാതെ പാവം എനിക്ക് സംസാരിക്കാൻ തുടങ്ങി. അതൊക്കെ വിട്. അല്ല ചേച്ചി, രാവിലെ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ വന്നു. ചേച്ചിക്ക് ഒരു സംഭവം തരാനുണ്ട്, അതുകൊണ്ട് ഈ ലെറ്റർ തരാൻ പറഞ്ഞു. ഇതാ ലെറ്റർ. ഏഞ്ചൽ അവളുടെ കയ്യിൽ നിന്ന് ലെറ്റർ മേടിച്ച് വായിക്കാനായിട്ട് തുടങ്ങി. എന്താ ചേച്ചി ആ ലെറ്റർ? എന്നാത്തിനടി നീ ഇരുന്ന് മോങ്ങുന്നേ? ചേച്ചി എന്താ പറ്റിയേ? എന്തിനാ കരയുന്നേ? എനിക്ക് മുമ്പ് യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് എന്നെ എത്ര കാലത്ത് ആഗ്രഹമായിരുന്നു അറിയുമെന്ന് സാധിച്ചാൽ. അവിടെ നിനക്ക് അഡ്മിഷൻ കിട്ടാൻ ഇമ്പോസിബിൾ. അവിടെയൊക്കെ പഠിക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. നിനക്ക് എവിടെ നിന്നാ ലക്ഷങ്ങളോ? എൻ്റെ കയ്യിൽ അത്ര പണമൊന്നുമില്ല. നിന്നെ ഞാൻ പഠിപ്പിക്കാനാ. നീ വിചാരിക്കേണ്ട ഏഞ്ചലെ, എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും നിനക്ക് കിട്ടൂല. അങ്ങനെ ലക്ഷങ്ങൾ ചിലവാക്കിയുള്ള പഠിത്തത്തിനൊന്നും നീ പോകണമെന്നുമില്ല. എൻ്റെ ആവില് നീ എന്തായാലും പി ജിക്കല്ലേ പോയെ? അവിടെ പഠിക്കണമെങ്കിൽ 10-40 ലക്ഷം രൂപ വേണം 2 വർഷത്തേക്ക്. 40 ലക്ഷം രൂപയോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നു മോളെ ഏഞ്ചലേ, നീ പഠിക്കാൻ പോകണ്ടെന്ന് വെച്ചേക്ക്. അങ്ങനെ നീ ഇപ്പോൾ ഇത്രയും പൈസ മുടക്കിയൊന്നും പഠിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. മതി, നിർത്ത്. എന്തിനാ ചേച്ചീനെ വഴക്ക് പറയുന്നത്? അമ്മയാണോ ഇത്ര കാലം ഞങ്ങളെ നോക്കിയത്? അമ്മയാണോ അധ്വാനിച്ചത്? അല്ലല്ലോ. ചേച്ചിയുടെ ബാങ്ക് ബാലൻസ് വെച്ചിട്ടല്ലേ ഇവിടെ ജീവിക്കുന്നത്? ഈ വീട് നിങ്ങളുടെയാണോ? അല്ലല്ലോ. ഇന്നും ചേച്ചിയുടെ അല്ലേ? എന്നിട്ട് ഇങ്ങനെ പറയുന്നതാണോ? പാവു, നിർത്ത്. ഇങ്ങനെയാണോ അമ്മയോട് സംസാരിക്കുന്നത്? ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഇത് എൻ്റെ വീടാ, എൻ്റെ ബാങ്ക് ബാലൻസാന്നൊക്കെ? എൻ്റെ പൈസ കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നത് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് നിങ്ങളുടെയാണ്. ഇനി മേലെ എൻ്റെ വായ നിങ്ങൾക്ക് സംസാരം ഉണ്ടായിരിക്കരുത് പാവു. സോറി ചേച്ചി, ഞാൻ അറിയാണ്ട് പറഞ്ഞതാ. പിന്നെ എന്നെ പഠിപ്പിക്കാൻ ഇവിടെ ആരും പൈസയൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. ശരിയാ, നല്ല പൈസയുണ്ട് ലക്ഷങ്ങളെ പഠിക്കാൻ. 40 ലക്ഷം രൂപ. അത് വെറും പഠിക്കുന്നതിന് മാത്രമൊന്നുമല്ല. പിന്നെ എല്ലാത്തിനായി ഇത്രയും പൈസ ചിലവാക്കുന്നത്? ഒന്നാളെ പഠിക്കാനുള്ള ചെറിയ ചിലവ് മാത്രമേ ഉള്ളൂ. ആ കോളേജ് ഫീസ്, എൻ്റെ ഫുഡ്, ഹോസ്റ്റല്, എൻ്റെ ചിലവ്, ബുക്സ് എല്ലാം കൂടെ അത് 2 വർഷത്തേക്കുള്ള പൈസയാണ് ഈ 40 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, എനിക്ക് വേണ്ടി 40 ലക്ഷം രൂപ ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും എനിക്ക് വേണ്ടി 1 രൂപ പോലും ചിലവാക്കണമെന്നില്ല. അതായത് നിനക്ക് വേണ്ടി ആരാ സ്പോൺസർ നിൽക്കാൻ പോകുന്നത്? അതാരാന്ന് എനിക്ക് പറഞ്ഞില്ല. എൻ്റെ പഠിത്തം കഴിയാണ്ട് അതാരും എൻ്റെ അടുത്ത് പറയാനും പോകുന്നില്ല. പിന്നെ എനിക്ക് ഒരാഴ്ച കഴിയുമ്പോൾ പോകാണ്ടതാ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ശല്യമായിട്ട് ഞാൻ ഇനി ഉണ്ടാവില്ല. അങ്ങനെയെങ്കിലും മാറണം. നീ എവിടാണെന്ന് വെച്ചാൽ പോയിത്തോടാ. എനിക്ക് ഒരു സമാധാനമെങ്കിലും കിട്ടും. ആൻറ്റി ആ പറഞ്ഞത് അവൾക്ക് വല്ലാണ്ട് വിഷമായി. അവൾ അവിടെ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഓടിപ്പോയി. എന്തിനാ നിങ്ങൾ രണ്ടുപേരോട് ആ പാവത്തെ ഇങ്ങനെ കിടന്ന് വേദനിപ്പിക്കുന്നത്? എൻ്റെ ചേച്ചി പാവമല്ലേ? എന്തിനാ ചേച്ചിയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ചേച്ചി എന്തോരം വിഷമമായിട്ടുണ്ടാവും. പിന്നെ ഒരു പാവം. അറിയാൻ വയ്യാതെണ്ടിരിക്കുക. നീ എൻ്റെ മോള് തന്നെയാണോടി? സ്വന്തം തള്ളയ്ക്കെതിരെ നിന്ന് പറയാൻ. അവർക്കിപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ഇഷ്ടം ആ ഏഞ്ചലിനോടാ. അതെ, എനിക്ക് ഏഞ്ചൽ ചേച്ചീനെ തന്നെ ഇഷ്ടം. എൻ്റെ ചേച്ചി പാവം, നിങ്ങളെപ്പോലെയല്ല. നിങ്ങൾക്ക് ചേച്ചീനെ ഇഷ്ടമല്ലല്ലോ. എനിക്കതുമില്ലല്ല. എൻ്റെ ചേച്ചീനെ സ്നേഹിക്കാനാ മാത്രമേ ഉള്ളൂ. ചേച്ചിക്ക് വേറെ ആരുമില്ല. അവൾക്ക് ആരും ഇല്ലാണ്ടാക്കിയതേ അവൾ തന്നെയാണ്. അവൾ ജനിച്ചപ്പോൾ തുടങ്ങിയത് ഈ വീടിൻ്റെ കഷ്ടകാലം. എൻ്റെ ചേട്ടൻ മരിക്കാനും അവൾ തന്നെയാണ് കാരണം. അവൾ ജനിച്ചപ്പോൾ തുടങ്ങി എൻ്റെ അമ്മ മരിച്ചത്, അത് കഴിഞ്ഞ് ചേട്ടൻ, അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ, അത് തന്നെ ചേട്ടൻ്റെ ഭാര്യയുടെ കൂടെ ചോദിച്ചേ. അവളുടെ അമ്മയും കണക്കാ. അവളുടെ അമ്മയും അവളും കൂടെ ചേർന്നിട്ടെല്ലാം നശിച്ചത്. എന്നവളുടെ തള്ള എൻ്റെ കുടുംബത്തെ കാല് കുത്തിയോ അന്ന് തീർന്നു. അതോടൊപ്പം അവളും കൂടെ ജനിച്ചത്. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? പാപം കിട്ടും കേട്ടോ പാവം ചേച്ചിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്. അമ്മ പറഞ്ഞവർ എന്താടി കുറ്റം? അല്ല, അറിയാൻ മാത്രം ചോദിക്കാം. ഞാനാണോ എൻ്റെ ചേച്ചി, അത് അവളാണോ? ചേച്ചിയെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ ഏഞ്ചൽ ചേച്ചിനെ തന്നെ ഇഷ്ടം. കാരണം ചേച്ചിനെ പോലെ ചേച്ചിക്ക് മാത്രമേ പറ്റൂ. നിങ്ങളൊക്കെ എന്താ? നിങ്ങളൊക്കെ പണത്തിന് വേണ്ടി നടക്കുന്നവരല്ലേ? മതിടി, നിർത്ത്. അവൾക്ക് വേണ്ടി വാദിച്ചത്. നിന്റെ അമ്മയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. വേറെ പൈക്കകത്ത് ഇനി അവളുടെ പേരും ഇങ്ങോട്ട് വന്നേക്കരുത്. പ്രിയ അവിടെ നിന്നും അവളുടെ റൂമിലേക്ക് പോന്നു. ഏഞ്ചൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പാർക്കിൽ പോയി നിന്നു. എന്തിനാ കർത്താവേ എന്നെ ഈ ഭൂമിയിൽ ഇങ്ങനെ നിർത്തിയേക്കുന്നേ? എല്ലാവർക്കും ഇഷ്ടമല്ലായിട്ട് എന്നെ ആർക്കും ഇഷ്ടമല്ല. പിന്നെ എന്തിനാ എൻ്റെ ഉള്ളിൽ നിർത്തിയേക്കുന്നേ? എൻ്റെ അമ്മയും അച്ഛനും പോയപ്പോൾ എന്നെയും കൂടെ എടുത്തൂടെ നിനക്ക്? അവരെ മാത്രമായിട്ട് എന്തിനാ എന്നെ പിരിച്ചുകൊള്ളേ? ഇവിടെ നീ ഒറ്റയ്ക്ക് എനിക്ക് പറ്റുന്നില്ല. എല്ലാവരെയും വെറുതെ ബുദ്ധിമുട്ടിച്ചിട്ട് എനിക്ക് ചത്താൽ മതിയെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് പേടിയാ മരിക്കാൻ.
ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാ പ്രശ്നം തീരുമായിരിക്കും. മുംബൈ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ തിരിച്ചു വരില്ല. എൻ്റെ ജീവിതം ഈ മുംബൈ തന്നെ ആയിരിക്കും. ഈ നാട്ടിലോട്ട് ഒരു ശാപമായിട്ട് ഇനി ഞാൻ വരില്ല. എനിക്കതൊന്നും സഹിക്കണില്ലല്ലോ. ഒരു മഴ പെയ്തിരുന്നെങ്കിൽ. കാർമേഘം ഇരുണ്ട് കൂടി കാറ്റ് മെല്ലെ അടിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ അവിടെ മഴ പെയ്യാൻ തുടങ്ങി. അവൻ അവളുടെ കയ്യിലേക്ക് കൊട കൊടുത്തു. അയാൾ ആരാ? ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഈ കൊട, ഇത് എൻ്റെ കൊടയല്ലേ? അയാളുടെ ആ നീല കണ്ണ് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. എനിക്കറിയാം, ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. അവൾ ആലോചനയിൽ തിരിച്ചു വീട്ടിലേക്ക് നടന്നു തുടങ്ങി. ചേച്ചി എപ്പോഴാ വന്നേ? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ പാവു. എന്താ? ചേച്ചി അമ്മയും റീച്ചും പറഞ്ഞത് കാര്യാക്കണ്ട. അവര് പറഞ്ഞത് ചേച്ചിക്ക് വിഷമായെന്ന് എനിക്കറിയാം. ഞാനതൊന്നും കാര്യമാക്കിയിട്ടില്ല. അവർ ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ലല്ലോ ഇങ്ങനെ. നീ അങ്ങനെ വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട പാറോ. ശരി, നിനക്ക് പഠിക്കാനൊക്കെ ഉള്ളതല്ലേ, ഇപ്പോഴിന്ന് പഠിക്കുക. ചേച്ചിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ശരി ചേച്ചി. റൂമിന് പുറത്തേക്ക് പോയി ഏഞ്ചലിക്ക് എടുത്ത് ഒരു ഡോറ് തുറന്നു. അത് അവളുടെ പെയിന്റിംഗ് റൂമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് അവൾ തുറക്കുന്നത്. അവൾ പെയിന്റും പശയെല്ലാം എടുത്ത് ഒരു ചിത്രം വരയ്ക്കാനായി തുടങ്ങി. ചേച്ചി, സമയം ഒരുപാടേ. ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ? ഞാൻ കഴിച്ചോളാം ബാബു, നിങ്ങൾ കഴിക്കൂ. ഇത് കൊള്ളാലോ ചേച്ചി. ഇത് ആരുടെ കണ്ണാ വരയ്ക്കുന്നത്? നല്ല രസമുണ്ട്. ഈ കണ്ണുകൾ എൻ്റെ സ്വപ്നത്തിൽ വന്നതാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമായി. എന്നാ ചേച്ചി വരച്ചോ, ഞാൻ താഴേക്ക് പോവാ. ശരി ബാബു, എന്നാ നീച്ചല്ലോ. ഞാൻ പിന്നെ എപ്പോഴേലും കഴിച്ചോളാം.